ഇനി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടാൻ ഒരുങ്ങുന്നു. സ്വിസ്പടയെ അനായാസം മലർത്തിയടിച്ച് മെസ്സിയും സംഘവും സെമി ഫൈനലിലേക്ക് കുതിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ. നാളത്തെ മഹാപോരാട്ടത്തെക്കുറിച്ച് കോഴിക്കോട് മിഠായി തെരുവിലെ ഫുട്ബോൾ പ്രേമികൾ പങ്കുവെക്കുന്ന ആവേശക്കാഴ്ചകളിലേക്ക്. ഫുട്ബോൾ ആരാധക ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത് നാളെ രാവിലത്തെ 6:30 മത്സരമാണ്. അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടമാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. മരണ പോരാട്ടമായിരിക്കും. എന്തായാലും ഈ സ്വിറ്റ്സർലാൻഡിനെ ചെറിയ ടീമായി കാണുന്നില്ല എന്ന് തന്നെയാണ് അർജന്റീന ആരാധകർ അല്പം മുൻപ് പ്രതികരിച്ചത്. എന്തായാലും മിഠായി തെരുവിലുള്ള അർജന്റീന ആരാധകർ നമുക്കൊപ്പമുണ്ട്. അവരോട് തന്നെ ചോദിച്ചു നോക്കാം. റംഷാദ് ഖാ, നാളത്തെ മത്സരം 6:30, അതായത് അർജന്റീന സ്വിറ്റ്സർലാൻഡ് പോരാട്ടം എങ്ങനെ ഉണ്ടാവും? തകർത്ത പോരാട്ടമായിരിക്കും. സ്വിറ്റ്സർലാൻഡ് അടിപൊളി ടീമല്ലേ, മികച്ച ടീമാണ്. ഏത് മികച്ച ടീമായി കഴിഞ്ഞാലും ജയിക്കാന്നുള്ളത് മാത്രമാണ് അർജന്റീനയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അർജന്റീനക്കെതിരെയുള്ള മത്സരങ്ങളിൽ റഫറിയുടെ നിലപാടുകളെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ആളുകൾ, അല്ലെങ്കിൽ മറ്റ് ആരാധകർ കൂട്ടങ്ങൾ. അതിനോടെങ്ങനെയാണ്? വിമർശിക്കുന്നവരൊന്നും വിമർശിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം റഫറിങ് പക്ക റഫറിങ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഫുട്ബോളാണ്, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എല്ലാവരും ഭാഗത്തുനിന്നുണ്ടാവും. അർജന്റീന ആകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എതിരാണ് എല്ലാവരും. അപ്പൊ എന്തായാലും നാളത്തെ വിജയം ഉറപ്പെന്നാണല്ലോ. വിജയം ജയിക്കാനായിട്ട് നമ്മൾ ഇറങ്ങണേ, തോൽക്കാനായിട്ട് നമ്മൾ ഇറങ്ങണേ. അതന്നെ, തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും. ശക്തമായ മത്സരം ഉണ്ടാവോ? തീർച്ചയായിട്ടും ശക്തമായ മത്സരമായിരിക്കും നാളെ കാണാനുള്ളത്. നമുക്ക് അത് അർജന്റീന തന്നെ കൊണ്ടുപോകും. മെസ്സി തന്നെ ഒരു ഗോളും അടിക്കും. കണ്ടില്ലേ, അർജന്റീന ആരാധകർ നാളത്തെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ സ്വിറ്റ്സർലാൻഡിനെ ചെറിയ ടീമായി അവർ കാണുന്നില്ല. ഉറപ്പായിട്ടും അവർക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അർജന്റീന ആരാധകരെല്ലാരും പ്രതീക്ഷയിലല്ലേ? അപ്പോൾ അടിപൊളിയാണ്. നാളത്തെ മത്സരം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.